കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ സർജറി വാർഡിലേക്ക് ലിഫ്റ്റില്ല. ശസ്ത്രക്രിയ കഴിഞ്ഞ് രോഗികളെ സ്ട്രെച്ചറിൽ ചുമന്നാണ് വാർഡിലെത്തിക്കുന്നത്. രോഗിയെ ചുമന്നുകൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. സുജിത് സുരേന്ദ്രനുണ്ട് ഇപ്പോൾ കൊട്ടാരക്കരയിൽ നിന്ന്. സുജിത്ത്, ഇത് ഒരുപാട് കാലമായിട്ടുള്ള ദുരിതാവസ്ഥയാണോ? എന്തൊക്കെയാണ് വിവരങ്ങൾ സുജിത്ത്? ഉന്മേഷ്, ഇപ്പോഴും കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ രോഗികളെ പരിഷ്കൃത രീതിയിൽ കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ മൊത്തത്തിൽ 4 ബ്ലോക്കുകളാണ് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലുള്ളത്. അതിലെ ഒരു ബ്ലോക്കിൽ, അത് കാഷ്വാലിറ്റി ബ്ലോക്കിന് മുകളിലത്തെ നിലയിലാണ്, 1ാമത്തെ നിലയിലാണ് ഇവിടുത്തെ ഓപ്പറേഷൻ തിയേറ്റർ ഉള്ളത്. ഓപ്പറേഷൻ കഴിഞ്ഞ് രോഗികളെ മറ്റൊരു കെട്ടിടത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ സ്ട്രെച്ചറിൽ കിടത്തി അവിടെ നിന്നും 3ാമത്തെ നില വരെ ലിഫ്റ്റിൽ കൊണ്ടുപോയ ശേഷം 4ാമത്തെ നിലയിലാണ് ഇവിടുത്തെ ഫീമെയിൽ സർജറി വാർഡ് ക്രമീകരിച്ചിട്ടുള്ളത്. അവിടെ രോഗികളെ ചുമന്ന വളരെ സാഹസികമായി രോഗികളും അവിടുത്തെ ജീവനക്കാരുമൊക്കെ, രോഗികളുടെ കൂട്ടിരിപ്പുകാരും ജീവനക്കാരുമൊക്കെ ചേർന്നുകൊണ്ട് ചുമന്ന വാർഡിലേക്ക് എത്തിക്കുന്നു. ഇവിടെ നിന്നും ഇവരെ ഡിസ്ചാർജ് ചെയ്യുമ്പോഴോ മറ്റൊരു പരിശോധനയ്ക്ക് വേണ്ടിയൊക്കെ കൊണ്ടുപോകുമ്പോഴോ ഇതുപോലെ തന്നെ 4ാമത്തെ നിലയിൽ നിന്നും വളരെ സാഹസികമായി സ്ട്രെച്ചറിൽ ചുമന്നു കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ നിലയിലേക്കുള്ള ലിഫ്റ്റിന്റെ നിർമ്മാണം ഉടൻ ആരംഭിക്കുമൊക്കെ എന്ന് പറയാൻ തുടങ്ങിയിട്ടും കാലങ്ങൾ ഏറെ ആയിട്ടുണ്ട്. ഈ ഒരു നിലയിലേക്ക് കൂടി ലിഫ്റ്റ് വർദ്ധിപ്പിക്കണമെന്നുള്ളൊരു ആവശ്യം ഏറെ നാളായി HMCയിൽ അടക്കം ഉയരുന്നതാണ്. എന്നാൽ ഇതൊന്നും തന്നെ അധികാരികൾ ചെവിക്കൊള്ളുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും വളരെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടുകളും സാഹസികവുമായ രീതിയിലാണ് ഇവിടെ 4ാം വാർഡിലെ സർജറി വാർഡിലേക്ക് രോഗികളെ എത്തിക്കുന്നത്, ഫീമെയിൽ വാർഡിലേക്ക് രോഗികളെ എത്തിക്കുന്നത്. അല്ലെങ്കിൽ വാർഡ് മാറ്റുന്നതിനുള്ള ക്രമീകരണങ്ങൾ പോലും ആശുപത്രി സൂപ്രണ്ടിന്റെ നേതൃത്വത്തിൽ നടക്കുന്നില്ല എന്ന ആക്ഷേപവും ഇവിടെ ശക്തമാണ്. ഉന്മേഷ്, സുജിത്ത്, ഇതുമായി ബന്ധപ്പെട്ട് ഈ ദുരിതാവസ്ഥയൊക്കെ ഈ ആശുപത്രി അധികൃതരെ നേരത്തെ അറിയിച്ചിട്ടുള്ളതാണോ? അതിന്റെ അടിസ്ഥാനത്തിലും ഈ വാർഡ് മാറ്റം അടക്കമുള്ള നടപടികളിലേക്കൊന്നും അവർ കടന്നിട്ടില്ല എന്നാണോ സുജിത്ത്? അതെ, തീർച്ചയായും ഉന്മേഷ്, ഇക്കാര്യം തന്നെ പലതവണ ഇവിടുത്തെ രോഗികളടക്കം ഇക്കാര്യങ്ങളൊക്കെ തന്നെ ആശുപത്രി സൂപ്രണ്ടിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇതിനോടൊന്നും തന്നെ ഒരു സഹകരിക്കുന്ന, അല്ലെങ്കിൽ ഇതിന് വേണ്ട നടപടി സ്വീകരിക്കാമെന്നുള്ള ഒരു ഉറപ്പ് പോലും ഇവിടുത്തെ ഈ ആശുപത്രി സൂപ്രണ്ടിന്റെ നേതൃത്വത്തിൽ നൽകുന്നില്ല എന്നൊരു ആക്ഷേപമുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടേക്കുള്ള ഈ ആശുപത്രിയിലേക്കുള്ള പാത, പ്രധാനമായും രോഗികളുമായി ആംബുലൻസിലടക്കം എത്തുമ്പോൾ വളരെ ബുദ്ധിമുട്ടും ഏറുന്ന ഒരു പാതയാണ്, വഴിയാണ് ഇവിടെ ഉള്ളത്. ഈ പാത തകർന്നു കിടക്കുന്നത് മന്ത്രി നേരിട്ട് ആശുപത്രി സൂപ്രണ്ടിനെ ശാസിക്കുന്ന ഒരു ദൃശ്യവും ഒരു കാര്യവും ഉണ്ടായിരുന്നു. നമ്മൾ നിൽക്കുമ്പോഴായിരുന്നു ഈ ആശുപത്രിയിലെ വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്താനെത്തിയ മന്ത്രി KN ബാലഗോപാൽ, ധനമന്ത്രി KN ബാലഗോപാൽ ആശുപത്രി സൂപ്രണ്ടിനെ ആ സമയത്ത് ഈ റോഡിന്റെ എത്രയും വേഗം ഇതിന്റെ തകരാർ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ അത് കുറെ നാളുകളായിട്ടും ഈ ആശുപത്രി സൂപ്രണ്ട് ഇത് ചെയ്യാതിരുന്നതുകൂടി മന്ത്രി പരസ്യമായി സൂപ്രണ്ടിനെ ശാസിക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഈ 4ാം നിലയിലേക്ക് ഒരു ലിഫ്റ്റ് ഇല്ലാത്തത് കൊണ്ട് ഇവിടേക്ക് എത്തുന്ന ഈ ഓപ്പറേഷൻ കഴിഞ്ഞ് എത്തിക്കുന്ന രോഗികൾ വളരെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുന്ന കാഴ്ചയാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും. ഒരു വയോധികയായ ഒരു അമ്മയെ ആശുപത്രിയിലെ ജീവനക്കാരും കൂട്ടിരിപ്പുകാരും ഒക്കെ ചേർന്നുകൊണ്ട് 4ാം നിലയിൽ നിന്നും താഴേക്ക് കൊണ്ടുവരാൻ പ്രയാസപ്പെടുന്ന ആ കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നു. എന്തായാലും ഈ ആവശ്യങ്ങൾ എത്രയും വേഗം പരിഗണിക്കണമെന്ന് പലതവണ പറഞ്ഞിട്ടും ആശുപത്രി അധികൃതർ ചെവിക്കൊള്ളുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഉന്മേഷ്, അത്തരത്തിൽ ഒരു അടിയന്തര മാറ്റം വരുത്താൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ടോ ആ ആശുപത്രിയിൽ സുജിത്ത്? അതെ ഉന്മേഷ്, എത്രയും പെട്ടെന്ന് ഇപ്പോൾ ആശുപത്രിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ തന്നെ വളരെ ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നുണ്ട്. ഒന്ന്, വന്ദനാദാസിന്റെ പേരിലുള്ള ഒരു പ്രധാന ബിൽഡിങ്ങിന്റെ നിർമ്മാണവും പൂർത്തീകരണത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇനി ആശുപത്രിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കൂടുതലായി നടക്കുന്ന സാഹചര്യത്തിൽ മറ്റൊരു ബിൽഡിംഗ്, ഇവിടെ സമീപത്തുള്ള ലബോറട്ടറി അടക്കമുള്ളവ പൊളിച്ചു നീക്കേണ്ടതുണ്ട്. ഇതിന്റെയൊക്കെ ഒരു സാങ്കേതികത പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഈ സർജറി വാർഡിലേക്കുള്ള ഒരു ലിഫ്റ്റ് സംവിധാനം തയ്യാറാക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ സർജറി വാർഡ് ഇവിടെ നിന്നും മാറ്റി ആളുകൾക്ക് പ്രയോജനപ്രദമാകുന്ന, അല്ലെങ്കിൽ രോഗികളെ വേഗത്തിൽ എത്തിക്കാൻ കഴിയുന്ന ഒരു സ്ഥലത്തേക്ക് ഈ സർജറി വാർഡ്, ഫീമെയിൽ സർജറി വാർഡ് മാറ്റണം എന്നുള്ളതാണ് ഇവിടെ രോഗികളടക്കം ആവശ്യപ്പെടുന്നത്. പക്ഷേ അതിന് എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല എന്നുള്ളൊരു ചോദ്യമാണ് ഉയരുന്നത്. ഉന്മേഷ്, ഇത് കൊട്ടാരക്കരയിലെ പ്രതിസന്ധിയാണ്. സുജിത് സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.